ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അരി കഴുകിയ വെള്ളം വളരെയധികം നല്ലതാണ്. നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് അരി കഴുകിയ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അമരപ്പയറാണ് എടുക്കുന്നത്. അമരപ്പയർ സാധാരണ നമ്മൾ കടകളിൽ നിന്ന് വെറുതെ നമുക്ക് പൈസ ചിലവില്ലാതെ അവർ ധാരാളം നമുക്ക് വാരി കോരി തരാറുണ്ടല്ലേ. കാരണം ഇതിനൊരു വിലയില്ലാത്ത പോലെക്കാണ് പച്ചക്കറി വാങ്ങുമ്പോൾ നമുക്കിത് തരാറുള്ളത്. പക്ഷേ ഇത് ഒരുവിധപ്പെട്ടവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ഇതിൻ്റെ ഒരു കയ്പ്പ്. പക്ഷേ ഡയബറ്റിക്സിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് തോരൻ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇത് തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അന്ന് നിങ്ങൾ വേണമെന്നുള്ളവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ ബാക്കി നമ്മൾ എടുക്കാതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ അഴുകി അങ്ങ് കളയും. അങ്ങനെ വരുമ്പോൾ നമ്മളെടുത്ത് വെറുതെ കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ കളയത്തില്ല. അപ്പം ഞാനിവിടെ ഈ ഒരു അരി കഴുകിയ വെള്ളത്തിലേക്ക് ഈ അമരപ്പയറാണ്, ഇതിനകത്ത് ഇടയ്ക്ക് നല്ലതുമുണ്ട്, ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളുടെയും ഉള്ളി, സവാള, ചെറിയ ഉള്ളി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തോല് ഇതെല്ലാം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുവാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒരു 1-2 മണിക്കൂറൊന്ന് നമുക്കൊന്ന് ഇട്ട് വെക്കാം. ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇത് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ലപോലെ ഇതിൻ്റെ ആ ഒരു എസൻസ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി കഴുകിയ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതോട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാ പച്ചവെള്ളം കൂടി ഇതുപോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റോസാ ചെടിയുടെ ചുവട്ടിലാണ്. ഇതാ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒഴിച്ചൊരു കുഞ്ഞു റോസയാണ്, അതിൽ പൂവായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ കിടന്ന് ദ്രവിച്ച് എത്ര പൂക്കാത്ത റോസാ ചെടിയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നല്ല പോലൊക്കെ നമുക്ക് പച്ചക്കറികളാണെങ്കിൽ കായകളുണ്ടാവും. അതുപോലെ റോസാ ചെടിയാണെങ്കിൽ തഴച്ച് വളർന്ന് ഇതുപോലെ പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇതുപോലെ വറ്റൽമുളക് അഥവാ ഉണക്കമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് എന്നൊക്കെ പറയും, നമ്മളിത് വാങ്ങി വെക്കാറുണ്ടല്ലേ. നമ്മളിങ്ങനെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഒരു വറ്റൽമുളക് അങ്ങ് പൂപ്പൽ പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പൂപ്പൽ പിടിച്ച് പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത്. പലതരത്തിലുള്ള ടിപ്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടും വറ്റൽമുളക് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേനും അത് പൂത്തു പോകാറുണ്ട്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഏകദേശം 1 വർഷമെങ്കിലും നമുക്ക് പൂത്തു പോകാതെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടകളിൽ നിന്ന് ഇതുപോലെ വറ്റൽമുളക് വാങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലൊരു മുറത്തിലേക്കൊരു പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിതുപോലൊന്ന് നിരത്തിയിട്ടിട്ട് നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ വെയിലത്തൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങുന്നിടം വരെ, ഒരു നല്ല വെയിലാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ളതെടുത്ത് ഇതുപോലൊരു വായു കിടക്കാത്ത ഒരു പാത്രം ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇതേപോലൊക്കെ അടച്ച് നല്ല പോലൊക്കെ ടൈറ്റാക്കി ഒട്ടും ഇതിനകത്ത് വായു കയറരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിതുപോലെ അടച്ചു വെക്കാൻ. അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് വെക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിനുള്ളിലേക്കാണ് വെക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. എത്ര നാളായാലും കേടാവത്തില്ല. പിന്നെ കൂടുതൽ മുളകുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ളത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് ഇതുപോലെ നല്ല പോലെ വായു കിടക്കാതുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തോളം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വറ്റൽമുളക് രണ്ടാമതായിട്ട് ഒരു ടിപ്പ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ വറ്റൽമുളക് നന്നായി ഉണക്കിയതിന് ശേഷം ഇതുപോലൊരു പേപ്പറിലേക്ക് ആക്കുക. പേപ്പറിലേക്ക് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതാ ഞാൻ അതിന് കുറച്ച് മുളകെടുത്ത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പൊതിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലേക്കൊന്ന് ഇട്ട് വെക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ടുണ്ട്. ഏത് പാത്രം ആയാലും മതി. ഇത് ഞാൻ പീനട്ട് ബട്ടർ മേടിച്ചാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു മുളക് ഇതിലേക്കൊന്ന് ഇട്ട് വെക്കാം.
അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ടൈറ്റായിട്ടൊന്ന് അടച്ച് ഇത് അതുപോലൊക്കെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ വെച്ചിരുന്നാലും നമുക്ക് 1 വർഷത്തോളം കേടുകൂടാതെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുന്നത്. ഞങ്ങൾ ഇരുമ്പമ്പുളി എന്നാണ് പറയുന്നത്. ഇതിന് ഞാനിവിടെ കുറച്ച് ഇരുമ്പമ്പുളി എടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിലും ഇടാം. ഇട്ടതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിവിടെ കുറച്ച് ഇരുമ്പമ്പുളി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീനിങ്ങിന് വളരെയധികം നല്ലതാണ്. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പുളി മാത്രമേ ഞാൻ എടുത്തുള്ളൂ, ഒരുപാട് എടുത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇത് നിറച്ച് 1 കപ്പ് വെള്ളവും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴയ പാത്രം വേണം എടുക്കാൻ, പുതിയതൊന്നും എടുക്കരുത്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കണം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ആറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ കെമിക്കൽ ചേർന്ന ഡിഷ് വാഷൊക്കെ ഒത്തിരി ഉപയോഗിച്ച് കഴിയുമ്പോൾ പാത്രങ്ങൾക്കാണെങ്കിൽ നമ്മുടെ കൈയൊക്കെ പെട്ടെന്നങ്ങ് ഇതായി പോകും. അപ്പോൾ ഈ ഒരു ഇരുമ്പമ്പുളി വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു എഫക്റ്റ് ആവത്തില്ല. കൈക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാകത്തില്ല. പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും. ഇനിയും പക്ഷേ നമ്മൾ ഇതിലേക്ക് ഒരു 2 ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് പതഞ്ഞ് കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് കയറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പറയുന്ന ഡിഷ് വാഷ് ഒരുപാട് കെമിക്കലൊക്കെ ചേർന്നാണ്. അപ്പം നമുക്കൊരു ചെറിയ പതയ്ക്ക് വേണ്ടിയിട്ട്, പത അല്ലെങ്കിൽ തന്നെ ഈ ഒരു പത ഉണ്ടാവും. പിന്നെ നമുക്കൊരു ചെറിയൊരു സ്മെല്ല് ഒരു പതയൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുള്ളി ഇതിലേക്ക്, ഞാനിവിടെ വിമ്മിൻ്റെ ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത്, അതുകൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു തുള്ളി ഡിഷ് വാഷ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സൂക്ഷിച്ച് എവിടെയെങ്കിലും ഒരു ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്കുള്ളത് തയ്യാറാക്കരുത്. 1 മാസത്തേക്കൊക്കെ അല്ലെങ്കിൽ 1-2 മാസത്തേക്കുള്ളത് നമ്മൾ തയ്യാറാക്കണം. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ ഒരു കുപ്പിയിലോ ഹോളിട്ടതിന് ശേഷം അതിലോ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാനൊരു പഴയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കാം. എന്താ കണ്ടില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതിനൊരു നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഒരു ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെയൊക്കെയുള്ള ഒരു കളർ കിട്ടും. അത് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നതല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം സിങ്ക്, അതുപോലെ നമ്മുടെ ബാത്റൂം, അതുപോലെ ടൈലിനല്ല ബാത്റൂം, സിങ്ക്, പാത്രങ്ങൾ ഇവയൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഒന്ന് കഴുകി കാണിക്കാം. നമ്മൾ പുളി എടുത്ത പാത്രം തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അതുപോലെ സിങ്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ സിങ്കൊക്കെ നല്ല അഴുക്കായിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ. കണ്ടില്ലേ, പുത്തനായിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു സിങ്ക് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കാം. നല്ലപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു സിങ്കാണ്. ഇവിടെയൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ലപോലെ കഴുക്കുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈഡിലൊക്കെ നല്ലപോലെ കഴുക്കുണ്ട്. ഇനി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം.
ഞാൻ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. അതാണ് ആ സ്ക്രബ്ബർ ഞാൻ മാറ്റിയത്. അത് പാത്രം കഴുകുന്ന സ്ക്രബ്ബറാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചത് കഴുകാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ സിങ്ക് നല്ല പുത്തനായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂമും ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഇരുമ്പൻ പുളിയുടെ സീസൺ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അധികം പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.